വക്കീൽ പറയുന്ന കൂട്ടല്ല കാര്യങ്ങൾ. പാറത്തോടുള്ളൊരു ഷഫീഖ് ഗൾഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുഹൃത്തും നടനും ഡോക്ടറുമായത് ഇങ്ങേർക്ക് ഒരു ഹുക്ക കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു കുറ്റമേ അല്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇതേ അതിൻ്റെ കൂടെ ഈ കൊണ്ടുവന്ന ചുക്കുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കഞ്ചാവോ വല്ല മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടെങ്കിൽ കേട്ടോ. അയ്യോ സാർ, വക്കീല കഞ്ചാവ് കഞ്ചാവ് സാറേ, എയർപോർട്ടിൽ വെച്ച് ചെക്കിങ്ങും മറ്റ് കലാപരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ടുവന്ന സാധനമാണ്. അല്ല വക്കീലേ, ഈ എയർപോർട്ട് വഴി തന്നെയല്ലേ ഈ കള്ളക്കടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? അവിടെ പിടിച്ചില്ലെന്ന് വെച്ച് സാധനം അതല്ലാണ്ടാവും. കേടന്ന് മൂന്ന്. അപ്പൊ വക്കീലേ, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ, ഈ പറഞ്ഞ എന്തെങ്കിലും സാധനം ഇതിനകത്തുണ്ടെങ്കിലേ പെടാൻ പോകുന്ന ഏത് വകുപ്പിലാന്നറിയോ? UAE എന്ന രാജ്യത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് മയക്കുമരുന്ന് കടത്തിയ ഷഫീഖ് ഷംസുദ്ദീനെ ഈ അജിത്ത് രംഗം പിടിച്ചു. എങ്ങനെ പെടൂ? പെടും വക്കീലേ. പോരാത്തതിനെ കൂട്ടുകാശി ഒരു സീരിയൽ നടനുവാ, വാർത്താ പ്രാധാന്യമായി. അപ്പൊ പെടൂലേ? പെടും പെടും പെടും. നിങ്ങളങ്ങോട്ട് മാറി. സാർ, പുറത്താരടോ കുറച്ച് പേര്? അത് പിന്നെ സാറേ, രാവിലെ എനിക്കൊരു അനോണിമസ് കോൾ കിട്ടിയിരുന്നു. ഒരു ഇനോവ കാറിൽ കുഴൽപ്പണം കടത്തുന്നു എന്ന് പറഞ്ഞു. എടോ കേക്കാം, പറ സാറേ കേൾക്കാമോ? എടോ കേക്കാടോ, പറയടോ. രാവിലെ 5:30 ആയപ്പോൾ എനിക്കൊരു അനോണിമസ് കോൾ വന്നായിരുന്നു സാർ. എന്നിട്ട് ഒരു ഇന്നോവയ്ക്കകത്ത് കുഴൽപ്പണം കടത്തുന്നു. എന്നിട്ട് ഇനോവ കിട്ടിയോ? ഇന്നോവ കിട്ടിയില്ല, ഒരു ഹോണ്ട സിറ്റിയാ കിട്ടി. അതിനകത്തുനിന്ന് പിന്നെ ഹുക്ക, ചുക്ക, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി സാർ. എടോ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടോ? ഒറ്റ നോട്ടത്തെ എനിക്ക് സംശയം തോന്നി സാറേ. എടോ ആ ചുക്കയുടെ ഒക്കെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വിട്ടേക്കണം. കാക്കനാട് ലാബിലോട്ട് വിടണ്ട, അവിടെ എന്തൊക്കെയോ ഡിലേ ഒക്കെ ഉണ്ട്. താനൊരു കാര്യം ചെയ്യ്, നേരെ ചെന്നൈക്ക് വിട്ടു. ശരി. ഒരു 10-12 ദിവസം ഡിലേ ഒക്കെ കാണത്തുള്ളൂ. എന്തായാലും അതുവരെ അവന്മാരുടെ പാസ്പോർട്ട് മേടിച്ചു വെച്ചേക്ക്. പിന്നെ എല്ലാ 2 ദിവസം കൂടുമ്പോൾ സ്റ്റേഷനിൽ വന്ന് സൈൻ കൂടെ ചെയ്യാൻ പറഞ്ഞേക്ക്. ഓക്കെ സാർ, ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. NDPS ആ. ഓക്കെ ഓക്കെ. തൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് 16 നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും 2 ആഴ്ചയായില്ലേ? ഷേവിങ് അലവൻസൊക്കെ വാങ്ങിയിട്ട് താടി അവിടെയൊക്കെ തന്നെ ഉണ്ട്. എടോ, പോലീസുകാരാകുമ്പോൾ ഒരു പരസ്പര ധാരണയൊക്കെ ഉണ്ട്, ഗീവ് ആൻഡ് ടേക്ക് പോളിസി. മനസ്സിലായോ?